2034 ലോകകപ്പ് ഫുട്ബോളിന് സൗദി അറേബ്യ വേദിയാകും. ഇന്ന് നടന്ന ഫിഫ കോൺഗ്രസിലാണ് തീരുമാനം. ഖത്തർ ലോകകപ്പിന് ശേഷം ഒരിക്കൽ 2030 ലോകകപ്പിന് അർജന്റീന ഉൾപ്പെടെ 6 രാജ്യങ്ങൾ വേദിയാകും. AP സജിഷ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സജിഷ, രണ്ടാമത്തെ തവണയാണ് അറബ് രാജ്യത്തേക്ക് ലോകകപ്പ് എത്തുന്നത്. ഈ കോൺഗ്രസിൽ എന്തൊക്കെ തീരുമാനമുണ്ട്? വരുന്ന വർഷങ്ങളിലേത് കൂടി ഈ തീരുമാനമായിട്ടുണ്ട്. അതിന്റെ കൂടി വിവരങ്ങൾ. അന്ന ഒരിക്കൽ കൂടി അറേബ്യയുടെ മണലാരണ്യത്തിലേക്ക് ഫുട്ബോൾ വസന്തം വരികയാണ്. 2034 ലോകകപ്പ് ഫുട്ബോളിന് സൗദി അറേബ്യ വേദിയാകുന്നു. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത പറയാനുള്ളത് ഖത്തർ ലോകകപ്പിന് ശേഷം അന്ന പറഞ്ഞതുപോലെ തന്നെ ഖത്തർ ലോകകപ്പിന് ശേഷം രണ്ടാം തവണയാണ് ഇതിപ്പോൾ ഒരു അറേബ്യൻ രാജ്യത്തിലേക്ക് ലോകകപ്പ് വന്നെത്തിയിട്ടുള്ളത്. ഇതിന് പുറമെ ഇന്ന് നടന്ന ഫിഫ കോൺഗ്രസിലായിരുന്നു ഈ തീരുമാനമുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച് നമുക്ക് നേരത്തെ സൂചനകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സൗദി അറേബ്യയിൽ തന്നെ വേദിയാകുമെന്ന് തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗികമായിട്ട് ഫിഫ കോൺഗ്രസിൽ ഒരു അന്തിമ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നാണ്. ഇതിന് മാത്രമല്ല, ഇതൊരു വെർച്വലായി സംഘടിപ്പിച്ച ഒരു ഫിഫ കോൺഗ്രസിലാണ് ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതിന് പുറമെ നമുക്ക് ഇന്ന് എടുത്തു പറയാനുള്ളത് 2030 വേദി സംബന്ധിച്ച് മറ്റൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. 6 രാജ്യങ്ങൾ സംയുക്തമായിട്ട് വേദിയാവുകയാണ്. ഇതിൽ തന്നെ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഉറുഗ്വ, അതായത് നമ്മുടെ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് വേദിയായിട്ടുള്ള 1930 വേദിയായിട്ടുള്ള ഉറുഗ്വയുടെ അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് 2030. അപ്പോൾ ആ സമയത്ത് ഉറുഗ്വ കൂടി സംയുക്തമായിട്ട് ഇത് വേദിയാവുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ലാറ്റിൻ അമേരിക്കയിലെ മറ്റ് രാജ്യങ്ങൾ, കോണ്ടിനെൻ്റൽ രാജ്യങ്ങൾക്ക്, അതായത് അർജന്റീനയും ഉറുഗ്വ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇത് വേദിയാകും. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളായ പോർച്ചുഗൽ, സ്പെയിന്, പിന്നെ മറ്റ് മൊറോക്കോ, ആഫ്രിക്കൻ രാഷ്ട്രമായ മൊറോക്കോ, ഇങ്ങനെ 6 രാജ്യങ്ങൾ സംയുക്തമായിട്ടാണ് ഒരു ലോകകപ്പ് സംഘടിപ്പിക്കുന്നത് 2030. ഇതിന് പുറമെ വിവിധ വൻകരകൾ സംയുക്തമായി നടക്കുന്നു എന്നൊരു വലിയൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇതിന് പുറമെ നമുക്ക് 2036 ആണ് ഏഷ്യയ്ക്ക് വലിയൊരു നേട്ടമുണ്ടായിട്ടുള്ളത് സൗദി അറേബ്യയിൽ വരുന്നത് കൂടി തന്നെ. കാരണം ഖത്തർ ലോകകപ്പ് നമ്മൾ മലയാളികൾ ഒരുപാട് ആഘോഷിച്ചതാണ്. മലയാളികളുടെ പങ്കാളിത്തങ്ങളും ഒക്കെ ആയിട്ട് തന്നെ നമുക്ക് ഏറെക്കുറെ ഏറ്റവും അടുത്തെത്തിപ്പെടാൻ ഏറ്റവും അടുത്തൊരു രാജ്യം കിട്ടി എന്ന വലിയൊരു ആഹ്ലാദങ്ങളും എല്ലാം മലയാളിക്ക് ഉണ്ടായിരുന്നു. അസ്ലഭ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അർജന്റീന ലോക ജേതാക്കളായിട്ടുണ്ടായിരുന്ന ഖത്തർ ലോകകപ്പ്. അതിന് പുറമെ 2034 കൂടി അറേബ്യൻ രാഷ്ട്രത്തിലേക്ക് വരുമ്പോൾ അത് മലയാളികൾക്കും കൂടി ഏറ്റവും വലിയൊരു ആഹ്ലാദമാണ് ഉണ്ടാകുന്നത്. അതിന് പുറമെ ഏഷ്യൻ രാഷ്ട്രങ്ങളിൽ തന്നെ ഏഷ്യയിലായിരുന്നു ഉണ്ടാവുക എന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും അടക്കമുള്ള മറ്റ് രാജ്യങ്ങൾ ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അവർ പിൻവാങ്ങുകയായിരുന്നു. അതോടുകൂടി സൗദി അറേബ്യ തന്നെ നിലനിൽക്കുകയും അതൊരു വലിയൊരു ടൂർണമെൻ്റായിട്ട് നമ്മുടെ ഏഷ്യൻ രാഷ്ട്രങ്ങൾ കാത്തിരിക്കുന്ന ഒരു വലിയ ടൂർണമെൻറ്റിനാണ് ഇനി വേദിയാകാൻ പോകുന്നത്. അന്ന, ഖത്തർ ലോകകപ്പിന് ശേഷം അറബ് ലോകത്തേക്ക് വീണ്ടും ഒരു ലോകകപ്പ് കൂടി എത്തുന്നു. 2034 ലോകകപ്പ് ഫുട്ബോളിന് സൗദി അറേബ്യ വേദിയാകുന്നു. AP സജിഷ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.